ഞാൻ ഈ ചിക്കൻ കാല് കടിച്ചു പറിക്കുന്ന സമയം എപ്പോഴാണെന്നറിയോ? രാത്രി 2 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പതാ ഈ ടേബിളിന് ചുറ്റിരിക്കുന്ന ആൾക്കാരൊക്കെ നമ്മൾ ഫ്രണ്ട്സ് ഗ്യാങ് ആണ്. പക്ഷേ ഇത് ഞങ്ങളുടെ വിരുന്നാണ് കേട്ടോ ഇന്നത്തെ ദിവസം. അപ്പോൾ വേണമെങ്കിൽ ഇതിനെ വിരുന്നെന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് ഗെറ്റ് ടുഗെദർ എന്ന് വിളിക്കാം. എന്തൊക്കെ ആയാലും നമ്മളെപ്പോഴും കൂടാറുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് ഇവർ. രാത്രി ഈ നേരമായിട്ടും നിങ്ങൾക്ക് ഇത്രയും വിശപ്പുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. ആക്ച്വലി ഞങ്ങളൊന്ന് സ്വിമ്മിങ്ങിനൊക്കെ പോയി, പിന്നെ ഒന്ന് വീണ്ടും കറങ്ങാനും പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വീട്ടിൽ ഓൾറെഡി ഫുഡ് പ്രിപ്പയർ ചെയ്യാം എന്ന് വിചാരിച്ചുകൊണ്ട് പുറത്തുനിന്ന് കഴിച്ചില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് ഒരു പുഡിങ്ങും കൂടെ നമുക്ക് കഴിച്ചിട്ട് കിടക്കാമെന്ന് വിചാരിച്ചു. ഇതൊക്കെ നമ്മുടെ കൂടെ ഒരു ബേക്കർ ഉള്ളതിൻ്റെ അഹങ്കാരമാണ് കേട്ടോ. സാവി ഉണ്ടാക്കുന്ന എല്ലാ ഐറ്റംസിനും അപാര ടേസ്റ്റാണ്. ലുക്ക് കണ്ടാൽ തന്നെ നമുക്ക് ആ ടേസ്റ്റ് മനസ്സിലാവുമല്ലോ. അപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ തന്നെ ബ്യൂട്ടിഫുൾ ആയിരുന്നു അതിൻ്റെ ടേസ്റ്റും. എനിക്കാണെങ്കിൽ ചെറിയൊരു ഉറക്കക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. ആ കാരമൽ പുഡിങ് കഴിച്ചതോടുകൂടി എൻ്റെ കണ്ണൊക്കെ അങ്ങ് തുറന്നു എന്ന് പറയാം കേട്ടോ. ഈ വാനില ഐസ്ക്രീമും കാരമൽ പുഡിങ്ങും നല്ല അപാര കോമ്പിനേഷനാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പോയി കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ നമ്മൾ നല്ല വൈകി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നു. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനെ പറ്റിയിട്ട് എനിക്ക് ഒന്നും പറയാനില്ല. നല്ല കിഡിലൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു കേട്ടോ. നല്ല ചൂടപ്പവും ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് സ്റ്റൂവും പിന്നെ ഒരു ഗ്ലാസ് പാൽച്ചായയും. വേറെ എന്ത് വേണമല്ലേ? നമ്മുടെ അടുത്ത് ഓൾറെഡി വിളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തൊക്കെ വേണമെന്ന്. അപ്പം ഞങ്ങൾ പറഞ്ഞ ഐറ്റംസ് ആയിരുന്നു ഇതെല്ലാം. ലാസ്റ്റായിട്ട് നമ്മുടെ മെനുവിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഐറ്റം ചോക്ലേറ്റ് ബ്രൗണിയാണ്. അത് ആക്ച്വലി സാവിയുടെ ഒരു സിഗ്നേച്ചർ ഐറ്റം ആണ്. അത് മിസ് ചെയ്യാൻ എനിക്ക് എന്തായാലും പറ്റില്ലായിരുന്നു. പോരാത്തതിന് ഞാനൊരു ചോക്ലേറ്റ് ലവറും കൂടിയാണല്ലോ. അങ്ങനെ ലാസ്റ്റായിട്ട് ഇതേ വാനില ഐസ്ക്രീമും ചോക്ലേറ്റ് ബ്രൗണിയും കൂടി കഴിച്ചപ്പോൾ തൃപ്തിയായിട്ടുണ്ട്. എനിക്ക് പറഞ്ഞാൽ കല്യാണത്തിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയ വിരുന്നിൽ ഏറ്റവും നീണ്ടു നിന്നൊരു വിരുന്ന് ഇതായിരുന്നു. കംപ്ലീറ്റ് ടൈം ഫുഡ് അടി തന്നെയായിരുന്നു കേട്ടോ. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ ഡിഞ്ചു എന്തായാലും വണ്ണം വെക്കൂട്ടോ എന്നുള്ള കമൻറ്റ് ഞാൻ നിരോധിച്ചിരിക്കുന്നു. ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ എങ്ങനെ കഴിക്കാതിരിക്കുമല്ലേ?